ഈ ഇഞ്ചുറി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തേക്ക് വന്നാൽ ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഉണ്ടായ ഭൂകമ്പത്തേക്കാൾ വലിയൊരു ഭൂകമ്പം അത് പുറത്തു പോരാൻ വേണ്ടി ഇത്രമേൽ ഭയപ്പെടുന്നത് ആരാണ്? എന്തിനാണ് അവർ ഭയപ്പെടുന്നത്? നിങ്ങൾ ഇപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ കണ്ടതുപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാളെ കംപ്ലീറ്റ് നഗ്നനാക്കി നിർത്തി കാണണം. അങ്ങനെ KPMG റിപ്പോർട്ട് പൊതുരേഖയായി മാറി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അതീവ രഹസ്യമായി വെച്ചിരുന്ന KPMG റിപ്പോർട്ട് അങ്ങനെ പൊതുരേഖയായി മാറി. അപ്പം മൊത്തത്തിൽ 70 പേർ സംസാരിക്കുകയും അതിൽ 3 പേർ മാത്രം വെറുതെ പരാമർശിക്കുകയും ചെയ്ത ഒരു വിഷയത്തെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റിൽ സീറോ മലബാർ അസംബ്ലി ശക്തമായി ആവശ്യപ്പെട്ടു എന്ന് എഴുതി ചേർക്കണമെങ്കിൽ ഇവരുടെ ബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം അവിടെ ആരും പറഞ്ഞില്ലേലും ഇതിങ്ങനെ എഴുതി ചേർക്കും. ഇതേ സമയത്ത് തന്നെ മറ്റൊരു കമ്മീഷൻ റിപ്പോർട്ട് പൊളിച്ചെത്തു വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നൊരു പോസ്റ്റ് ഇന്ന് ഫേസ്ബുക്കിൽ കണ്ടു. ഇഞ്ചോടി കമ്മീഷൻ എന്നുള്ള ഈ ഇഞ്ചോടി കമ്മീഷൻ എന്താണെന്നുള്ള യഥാർത്ഥത്തിൽ കേരളത്തിൽ പൊതുമധ്യത്തിൽ ആളുകൾക്ക് അറിയില്ല. എന്താണ് ഈ ഇഞ്ചോടി കമ്മീഷൻ? അതായത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് ഒരു കാര്യം അറിയാം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ആ വിവാദത്തിൻ്റെ തൊട്ടുപുറകെ കർദിനാൾ ആലഞ്ചേരി സീറോ മലബാർ സഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടുവെന്നും എല്ലാവർക്കും അറിയാം. ആ കാര്യത്തിനകത്തൊരു സംശയം ഉണ്ടാകാൻ വഴിയില്ല. പക്ഷെ അങ്ങനെ വത്തിക്കാൻ അത്തരത്തിലൊരു തീരുമാനം എടുക്കണമെങ്കിൽ ആ തീരുമാനത്തിൻ്റെ പുറകിൽ വത്തിക്കാൻ കൃത്യമായ ചില സ്റ്റഡീസ് നടത്തും. അങ്ങനെ ഒരു സ്റ്റഡി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വത്തിക്കാൻ അന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ജേക്കബ് മനത്തോടത്ത് എന്ന ബിഷപ്പിനോട് ഒരു ഇൻഡിപെൻഡൻ്റ് കമ്മീഷനെ വെച്ച് ഇത് പഠിക്കണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ ഇൻഡിപെൻഡൻ്റ് കമ്മീഷനെ വെച്ച് പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ജേക്കബ് മനത്തോടത്ത് വെച്ച കമ്മീഷൻ്റെ പേരാണ് ഇഞ്ചോടി കമ്മീഷൻ. അപ്പം ഇഞ്ചോടി കമ്മീഷൻ ഇതിനകത്ത് സഭയുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ പഠിക്കുന്നു. ഇപ്പോൾ വത്തിക്കാനെ പോലെയുള്ളൊരു ഏജൻസി ഒഫീഷ്യലായി നിർദ്ദേശിച്ചു KPMG എന്ന അന്വേഷണ ഏജൻസിയെ കൊണ്ട് അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫേമിനെ കൊണ്ട് ഔദ്യോഗികമായി ഫോറൻസിക് റിപ്പോർട്ട് എടുപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇതേ വിഷയത്തിൽ KPMG പഠിക്കുന്നു. KPMG ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും പഠിക്കുന്നു. എന്നിട്ട് KPMG ഈ റിപ്പോർട്ട് ഇഞ്ചോടിക്ക് കൊടുക്കുന്നു. ഇഞ്ചോടി കമ്മീഷൻ KPMGയിൽ പരാമർശിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളെയും വിളിച്ച് അവരുടെ മൊഴികൾ എടുക്കുന്നു. എന്നെ അടക്കം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി ആളുകളെ. എനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട എതിർവശത്തും കർദിനാളിന് അനുകൂലമായി നിൽക്കുന്നവരെയും പ്രതികൂലമായി നിൽക്കുന്നവരെയും അടക്കം, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ബ്രോക്കർമാരും ബാക്കിയുള്ളവരും ഒക്കെ അടക്കമുള്ള സകലരെയും വിളിച്ച് സംസാരിച്ചിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇഞ്ചോടി കമ്മീഷൻ ഇവരെല്ലാവരെയും വിളിക്കുന്നു. അവരെല്ലാവരെയും വിളിച്ചിട്ട് ഇഞ്ചോടി കമ്മീഷൻ ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായി KPMGയുടെ റിപ്പോർട്ട് കിട്ടും. ഈ റിപ്പോർട്ട് നേരെ കൊണ്ടുപോയി ബിഷപ്പ് മനത്തോടത്തിന് കൊടുക്കുന്നു. ബിഷപ്പ് മനത്തോടത്ത് ഈ റിപ്പോർട്ട് കൊണ്ട് വത്തിക്കാനെ കൊടുക്കുന്നു. വത്തിക്കാനും സിനഡും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ റിപ്പോർട്ട് പബ്ലിക് ആക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. ആലോചിച്ച് നോക്കണം, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ കയ്യിൽ നിന്ന് ഏകദേശം 40-50 ലക്ഷം രൂപ കൊടുത്താണ് ഈ പഠനം നടത്തിയത്. ഇത് വെറുതെ ഉണ്ടായൊരു റിപ്പോർട്ടല്ല. KPMGക്ക് മാത്രം ഏതാണ്ട് 40 ലക്ഷം രൂപയോളം ചിലവുണ്ട്. അങ്ങനെ ഏതാണ്ട് 40-50 ലക്ഷം രൂപ കൊടുത്ത് നടത്തിയ ഒരു പഠന റിപ്പോർട്ട് ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. എന്നിട്ട് ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ കർദിനാളിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഇപ്പം ഞങ്ങളെപ്പോലെയുള്ളവരും എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വെട്ടുകുത്തുവാണ്. ഇതിൻ്റെ ആവശ്യമില്ല. ഔദ്യോഗികമായി പഠിച്ച ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് സഭയുടെ കയ്യിലുണ്ടെന്ന്. സഭ ആ റിപ്പോർട്ടൊക്കെ പുറത്തേക്ക് വിട്ടാൽ മതി. അത് പുറത്തു പോരാൻ വേണ്ടി ഇത്രമേൽ ഭയപ്പെടുന്നത് ആരാണ്? എന്തിനാണ് അവർ ഭയപ്പെടുന്നത്? ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ഇഞ്ചോടി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തേക്ക് വന്നാൽ ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഉണ്ടായ ഭൂകമ്പത്തേക്കാൾ വലിയൊരു ഭൂകമ്പം
ഈ സഭയിലുണ്ടാകും. അവർക്ക് ഭയമാണ്. അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. അല്ല, ഇപ്പൊ ഈ സഭയിൽ തന്നെ ഈ കഴിഞ്ഞ കാലത്തുണ്ടായി എല്ലാ വിഷയങ്ങളും യഥാർത്ഥത്തിൽ ഈ ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ. ആണ്. അപ്പൊ കർദിനാളിന്റെ പേരിൽ ഇത്തരത്തിലുള്ള വലിയൊരു ആരോപണം വരുന്നു. ആ ആരോപണത്തിൽ കർദിനാൾ ഏതാണ്ട് കുറ്റക്കാരനാണെന്നുള്ള രീതിയിലുള്ള വലിയ ചർച്ചകൾ ഉണ്ടാകുന്നു. അതിനെ മറക്കാൻ വേണ്ടി മറ്റു പല തരത്തിലുള്ള മറ്റു പല അഭ്യാസങ്ങളാണ് പിന്നെ നടക്കുന്നത്. ഈ അഭ്യാസമൊക്കെ എത്തി നിൽക്കുന്നത് വലിയൊരു ദുരന്താവസ്ഥയിലായിരുന്നു. ശരിക്കും വലിയ രീതിയിലുള്ള ഒരു വിഭജനം ഉണ്ടാകും, സഭയിൽ തന്നെ വലിയ പിളർപ്പുണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ പോലും എന്തുകൊണ്ടാണ് ഇത് വത്തിക്കാന്റെ മുന്നിലുള്ള ഒരു രേഖയാണ്, എന്തുകൊണ്ടാണ് ഈ രേഖ, എങ്ങനെയാണ് അങ്ങനെ പറ്റുന്നത്? വത്തിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സമ്മർദ്ദത്തിന് വഴിപ്പെടുന്ന ഒരു സമിതിയല്ലല്ലോ. എന്തുകൊണ്ടാണ് ഇത്തരം ഈ രേഖ പൂഴ്ത്തിവെക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഇത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പറ്റാത്തത്? വലിയ ദുരൂഹമാണ്. രാജേഷ് ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യം വലിയ ദുരൂഹമാണ്. ഒരൊറ്റ കാര്യം തന്നെ രാജേഷ് മനസ്സിലായി. വത്തിക്കാൻ്റെ കയ്യിലേക്ക് ഈ രേഖ കിട്ടിയതിന് ശേഷം വത്തിക്കാൻ ചെയ്ത ആദ്യ നടപടി കർദിനാൾ ആലഞ്ചേരിയിൽ നിന്ന് മുഴുവൻ അധികാരങ്ങളും എടുത്ത് മാറ്റുക എന്നുള്ളതായിരുന്നു. പുള്ളിനെ പുറത്താക്കിയിരുന്നില്ല, അധികാരങ്ങളെടുത്ത് മാറ്റി. അതായത് ഒരു രൂപതയിൽ പോലും 1 രൂപയുടെ ചെക്ക് ഒപ്പിടാൻ പോലും അധികാരമില്ലാത്ത ഒരു മേജർ ആർച്ച് ബിഷപ്പായി വർഷങ്ങളോളം അദ്ദേഹം തുടർന്നു. ഒരു രൂപതയിലും, എറണാകുളത്തും ഇല്ല, മറ്റൊരു രൂപതയിലും ഇല്ല, ഒരു സ്ഥലത്തും 1 രൂപയുടെ ചെക്ക് ഒപ്പിടാൻ പോലും അധികാരമില്ലാത്ത ഒരു മേജർ ആർച്ച് ബിഷപ്പ്, ഒരു നെയിം സേക്ക് മേജർ ആർച്ച് ബിഷപ്പായി അദ്ദേഹം തുടർന്നു. അങ്ങനെ തുടർന്ന കാലത്താണ് ഈ കുർബാന വിഷയമായിട്ട് അദ്ദേഹം വന്നതെന്ന് ഓർക്കണം. മറ്റു പല അഭ്യാസങ്ങളിലേക്ക് അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ തുടർന്ന കാലത്താണ് ഈ കുർബാന വിഷയമായിട്ട് വന്നതെന്ന് ഓർക്കണം. അപ്പോ അങ്ങനെ ഒരു വിഷയവുമായിട്ട് ഇദ്ദേഹത്തെ മാറ്റി. അപ്പൊ വത്തിക്കാനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ബോധ്യം ഉണ്ടെന്നാണല്ലോ അതിന്റെ അർത്ഥം. മറ്റൊരു തക്ക സമയത്ത് വത്തിക്കാൻ കൃത്യമായി ആദ്യമായിട്ടാണ് ഒരു സൂയി യൂറിസ് ചർച്ചിന്റെ സ്വതന്ത്ര ചുമതലയുള്ള ഒരു സഭയുടെ പരമാധ്യക്ഷനെ നിർബന്ധപൂർവ്വം രാജി എഴുതി മേടിക്കും. അപ്പം അത് നിർബന്ധപൂർവ്വം രാജി എഴുതി മേടിച്ചാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ രാജി നേരത്തെ കൊടുത്താണെന്നൊക്കെ പറഞ്ഞാൽ അതും ഇതുമൊക്കെ പറഞ്ഞെങ്കിലും ബേസിക്കലി ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഇത് എയർപോർട്ടിൽ വിളിച്ചു വരുത്തിയാണ് രാജി എഴുതി മേടിച്ചതെന്ന് അവിടെയുള്ള മനുഷ്യരെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ആ കാര്യത്തിനകത്തൊന്നും ആർക്കും തർക്കമില്ല. അത്രമേൽ കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇവർ പുറത്തു വിടാത്തത് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ചോദ്യമാണ്. ഈ പൊതുസമൂഹത്തിൽ കർദിനാളിനെ അനുകൂലിക്കുന്ന ഒരു ചെറിയൊരു വിഭാഗം, അല്ലെങ്കിൽ കർദിനാളിൻ്റെ സ്വന്തം ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ചെറിയൊരു വിഭാഗം, ആ ആളുകളും ഈ കർദിനാളിനെ എതിർക്കുന്ന വലിയൊരു ജനവിഭാഗവും തമ്മിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ സഭയുടെ ഈ വിഷയത്തിൻ്റെ പുറത്ത് പരസ്പരം തല്ല് നടക്കുകയാണ്. ഇതിൻ്റെ ആവശ്യമില്ല. സഭ ഔദ്യോഗികമായി ഈ വിഷയം പഠിച്ചിട്ടുണ്ടെന്ന്, സയന്റിഫിക്കായി പഠിച്ചിട്ടുണ്ട്, വളരെ വ്യക്തതയുണ്ട്. ഞാൻ പറഞ്ഞത് ഔദ്യോഗികമായി പഠിച്ചു എന്നല്ല, സഭ ഈ വിഷയത്തെ സയന്റിഫിക്കായി പഠിച്ചിരിക്കുന്നു. ആ സഭയുടെ സയന്റിഫിക്കായ പഠന വിവരങ്ങൾ പുറത്തെത്തിക്കുകയാണ് വേണ്ടത്. അത് പുറത്തെത്തിക്കാതെ ചുമ്മാ കുറച്ച് മെത്രാന്മാർ അവിടെ നിന്ന് വെച്ചും മേജർ ആർച്ച് കർദിനാൾ ഒരു തെറ്റും ചെയ്തതായി ഞാൻ കാണുന്നില്ല എന്ന് തട്ടിൽ പിതാവ് പറയണത് പോലെയുള്ള ഈ ബാലിശമായ വാദങ്ങളൊന്നും കൊണ്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ്? ഈ കമ്മീഷൻ റിപ്പോർട്ട് അങ്ങ് പുറത്തേക്ക് വിടുക. അതിലാരൊക്കെ തെറ്റ് ചെയ്തു. ഇപ്പൊ കർദിനാളിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് ആ സമയത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടായിരുന്ന സഹായ മെത്രാന്മാരും പ്രൊക്കുറേറ്ററും ബാക്കിയുള്ള ആളുകളൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പറയണത്. ഇതെല്ലാം ഇത് കണ്ടെത്തിയിട്ടുണ്ടെന്ന്. തെറ്റുകാരാന്ന് വ്യക്തതയുണ്ടല്ലോ. വ്യക്തത ഞാൻ പറയണത് അത് ശരിയാണോ അല്ലേ എന്നുള്ള വിവരം പുറത്തു വിട്ടാൽ മതി. എന്തിനാണ് ഈ ഊഹാപോഹങ്ങൾ? ഭൂമി കുംഭകോണത്തെ കുറിച്ചൊരു ഊഹാപോഹത്തിന് ഇപ്പോൾ അടിസ്ഥാനമില്ല. അത് സംഭവിച്ചതാണ്. അതിനെക്കുറിച്ച് സഭ ഔദ്യോഗികമായി വളരെ കൃത്യമായി പഠിച്ചിട്ടുണ്ട്, ഫോറൻസിക് റിപ്പോർട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം ഇവരുടെ ഈ കസറത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്നു. അതിലുള്ളൊരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർദിനാൾ രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയ കൗണ്ടർ കേസാണ് ഈ വ്യാജരേഖ കേസ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം അന്ന് ഈ വ്യാജരേഖ കേസ് ഉണ്ടാക്കുന്ന സമയത്ത് കർദിനാളിന് കൃത്യമായി ചില ആളുകളെ കുറിച്ച് ടാർഗറ്റ് ഉണ്ടായിരുന്നു. അവരെ നിർബന്ധമായും അറസ്റ്റ് ചെയ്യിപ്പിക്കണം, എന്നെ പ്രതിയാക്കി, ഇനിയിപ്പോൾ അവരും കൂടി പ്രതിയാകണം, എന്നാലേ ശരിയാവുള്ളൂ. കോംപ്രമൈസിലേക്ക് എത്തണം.
അപ്പം അങ്ങനെ എതിർഭാഗത്തെ പ്രതിയാക്കാൻ വേണ്ടി കർദിനാൾ നടത്തിയ ഒരു ശ്രമമാണ്. അതിൽ കർദിനാൾ ഒരു പരിധി വരെ വിജയിക്കുകയും ചെയ്തു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതൊരു ക്രിമിനൽ ഒരു ഇതല്ലേ, അത് ഒരു ക്രിമിനൽ മൈൻഡിലൂടെ അങ്ങനെ പോകാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഒരു എതിരാളിയെ പ്രത്യേകിച്ചിട്ടും ക്ഷമിക്കാനും സഹിക്കാനൊക്കെ ബാധ്യസ്ഥനായ ഒരാളാണ്, അല്ലാതെ സാധാരണ ഒരു മനുഷ്യനല്ല. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു അധികാരത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ ആ തരത്തിലൊരു പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസി സമൂഹത്തോടൊക്കെ ഏറ്റവും വലിയ വെല്ലുവിളി കൂടിയല്ലേ അത്? രാജേഷ്, ഞാനൊരു ചില ഉദാഹരണങ്ങൾ പറയാം. നിങ്ങളിങ്ങനെ കർദിനാളിനോടൊപ്പം നിന്ന, രാജേഷിനൊക്കെ പരിചയമുള്ള ഒരാളാണ്, ഞാൻ ആളുടെ പേര് പറയുന്നില്ല ഇപ്പോൾ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കർദിനാളിനോട് വളരെ അടുത്ത് ചേർന്ന് നിന്നിരുന്ന ഒരാൾ. കർദിനാൾ എറണാകുളത്ത് ബിഷപ്പ് ഹൗസിലുണ്ടായിരുന്ന സമയത്ത് കർദിനാളിനോടൊപ്പം നിൽക്കുകയും കർദിനാളിനെ സഹായിക്കണം, കർദിനാളിന് അബദ്ധത്തിൽ പറ്റിപ്പോയതാണ് എന്നൊക്കെ വിശ്വസിച്ചിരുന്നൊരു മനുഷ്യൻ. അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് അയാൾ കർദിനാളിനെ അനുകൂലിക്കുന്ന ആളല്ല, പക്ഷെ ഞങ്ങളുടെ കൂടെയുമല്ല, പക്ഷെ കർദിനാളിനെ അനുകൂലിക്കുന്ന ആളല്ല. അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, കർദിനാളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അന്ന് ഈ കർദിനാളിൻ്റെ ജന്മദേശമായ തുരുത്തിയിൽ നിന്നൊക്കെ 3-4 ബസ്സിന് ആളുകളെ കൊണ്ടുവന്നിട്ട് ഒരു പ്രകടനം എറണാകുളം ബിഷപ്പ് ഹൗസിലേക്ക് നടത്തി. അപ്പോൾ ആ പ്രകടനം എറണാകുളം ബിഷപ്പ് ഹൗസിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്നെ ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രകടനത്തിൽ എത്ര ബസ് വന്നു, എത്ര ആളുകൾ താഴെ ഇറങ്ങി എന്നൊക്കെ കർദിനാളാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ബിഷപ്പ് ഹൗസിനകത്തിരുന്നു. കർദിനാൾ നേരിട്ട് ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. ഇത് സാധാരണ ഒരു തുക്കട രാഷ്ട്രീയക്കാർ ചെയ്യുന്ന പദ്ധതിയാണ്. ഞാൻ പറഞ്ഞ വെച്ചാൽ അദ്ദേഹത്തിന്റെ മുറിയിലിരുന്ന് സ്വന്തമായി ഓപ്പറേറ്റ് ചെയ്യാണ്. എത്ര ബസ് വന്നു, 4 ബസ്സും വന്നോ, എല്ലാ ബസ്സിലും ആളുകൾ ഉണ്ടായിരുന്നോ, നിങ്ങൾ അവിടെ നിന്ന് ഇപ്പോൾ പുറപ്പെടുവോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ സുഹൃത്ത് കർദിനാളിൻ്റെ മുറിയിലുണ്ട്. ഇപ്പം കർദിനാളിനോട് ഇതൊക്കെ പറയാം. ആ സുഹൃത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കർദിനാൾ പറയുകയാണ്, ഈ വരുന്ന പ്രകടനത്തിനെതിരായിട്ട് അവിടെ പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് 2 പേർ നിൽക്കുന്നു. അത് രാജേഷിനൊക്കെ അറിയാവുന്ന ഒരു അഡ്വക്കേറ്റ് ഇന്ദുലേഖ ജോസഫുണ്ട്. ഇന്ദുലേഖയുടെ ഹസ്ബൻഡുമാണ്. അവർ പലപ്പോഴും സഭയ്ക്കെതിരെ പണ്ട് മുതലേ പോരാടിയിട്ടുള്ള ഒരു ആൾക്കാരാണ്. സഭയിൽ നവീകരണം വേണമെന്ന് ആവശ്യപ്പെട്ട് പോരാടി. അവർ 2 പേരും ആ ഗേറ്റിങ്ങനെ നിൽക്കുന്നു. കർദിനാൾ ഈ മനുഷ്യനെ വിളിച്ചു, നിങ്ങൾ ആൾക്കാരെല്ലാവരും കൂടി വന്നു കഴിയുമ്പോഴേ ഇന്ദുലേഖയ്ക്കിട്ട് 4 പൊട്ടിക്കൽ പൊട്ടിച്ചേക്കാൻ പറ്റും. ഇതാരെ പറയണമെന്ന് ഓർക്കണം, കർദിനാളാണ് പറഞ്ഞതെന്ന് ഓർക്കണം. കർദിനാൾ പറഞ്ഞു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. പുള്ളി പറഞ്ഞു, പിതാവേ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, അതൊരു സ്ത്രീയല്ലേ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ അതത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. നീ ഒന്ന് നോക്ക്, നീ അവിടുത്തെ പിള്ളേരോട് പറഞ്ഞാൽ മതി, പിള്ളേർ നോക്കിക്കോളും ബാക്കി. ഞാൻ പറയണ ഇത്തരത്തിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പിതാവ്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായിരുന്നു ബിനു ചാക്കോ. നിങ്ങൾക്കറിയാലോ, ബിനു ചാക്കോനെ നിങ്ങൾക്ക് നല്ല പരിചയമാണ്. ബിനു ചാക്കോ ഒരു കേസിനകത്ത് പ്രതിയായി ജയിലിൽ പോയി കുറച്ച്, എനിക്ക് തോന്നുന്നു 1-2 പ്രാവശ്യം ഇതിനു മുമ്പും പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ അവസാനത്തെ പ്രാവശ്യം ഇത് ജയിലിൽ പോയി തിരിച്ചു വന്ന സമയത്ത്, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് ബിനു ചാക്കോയുടെ നിലവിലുള്ള നമ്പർ അല്ലാതെ മറ്റൊരു നമ്പറിൽ നിന്ന് ബിനു ചാക്കോ എന്നെ വിളിക്കുകയാണ്. എന്നെ വിളിച്ചിട്ട്, എനിക്ക് ചേട്ടായിനൊന്ന് കാണണം. അപ്പം അന്ന് ഇത്രയും നാൾ ഒരു 3-4 ആഴ്ച ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയതിൻ്റെ പിറ്റേ ദിവസമാണ് എന്നെ വിളിച്ചിങ്ങനെ കാണണം. അപ്പം ഞാൻ ചോദിച്ചാൽ എവിടെ കാണണം? ചേട്ടായി ഒന്ന് ഏറ്റുമാനൂർ വരെ വരൂ, നമുക്ക് ഇത്തിരി നേരം സംസാരിക്കണം. ഞാൻ ശരി എന്ന് പറഞ്ഞു. ഞാൻ ചെന്നു, ഏറ്റുമാനൂർ ചെന്നു. എൻ്റെ കാറിനകത്ത് ബിനു ചാക്കോ കയറിയിരുന്നു. കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ബിനു ചാക്കോയുടെ അന്നത്തെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തെ പോലീസ് പിടിക്കുകയും ഏതോ ഒരു 3 ലക്ഷം രൂപയുടെ എന്തോ തട്ടിപ്പ് കേസിലാണ് പിടിക്കുന്നത്. പിടിച്ചു കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന കർദിനാൾ അടക്കമുള്ള ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ്. അപ്പോൾ പുള്ളി പറയണത് വളരെ ചെറിയൊരു തുകയായിരുന്നു. ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ അന്ന് ജയിലിൽ പോകേണ്ടി വരില്ലായിരുന്നു, അവിടെ തീർക്കാമായിരുന്നു, സെറ്റിൽ ചെയ്യാമായിരുന്ന ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ കർദിനാളിൻ്റെ ബന്ധത്തിൽപ്പെട്ടവരോ ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതായിരുന്നു പുള്ളിയുടെ പരാതി. പുള്ളിക്ക് അതിൻ്റെ പുറത്തൊരു വലിയ വിഷമമായിരുന്നു. ഒരു മനുഷ്യനും സഹായിക്കാനുണ്ടായിരുന്നു. മാനസിക സംഘർഷത്തിലേക്ക് മാറുന്ന ഉറപ്പാണ്. ആ വലിയൊരു മാനസിക സംഘർഷത്തിൽ
ആ സംഘർഷത്തിൻ്റെ ഇടയിൽ പുള്ളി എന്നോട് സ്വയം ജസ്റ്റിഫൈ ചെയ്യാൻ പുള്ളി എന്നോട് ചോദിച്ചൊരു ചോദ്യം, ചേട്ടാ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കർദിനാളിൻ്റെ അത്രയും വലിയ ക്രിമിനൽ അല്ലല്ലോ, കർദിനാളിനുള്ളത്രയും ക്രിമിനൽ കേസുകൾ എനിക്കില്ലല്ലോ, കർദിനാൾ തട്ടിച്ചു എന്ന് നമ്മൾ സംശയിക്കുന്ന തുകയുടെ അത്രയും തുകയൊന്നും ഞാൻ ആരെയും തട്ടിച്ചിട്ടില്ലല്ലോ എന്ന് ബിനു ചാക്കോ പറയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് കർദിനാളിൻ്റെ സ്വന്തം ആള് പറയാണ്. അപ്പൊ അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, ഈ വ്യാജരേഖ കേസ് അതൊരു കേസാക്കി മാറ്റാൻ വേണ്ടി കർദിനാൾ എന്തുമാത്രം ഇടപെട്ടു, കർദിനാൾ പോലീസ് ഓഫീസർമാരുമായി മാത്രം ഇടപെട്ടു. ഈ ബിനു ചാക്കോയും പൂതവേലി അച്ഛനും കൂടി പലവട്ടം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി. അന്ന് ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന വിശ്വനാഥൻ എന്നോ മറ്റോ ആണ് പേര്, അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഈ പോലീസ് ഓഫീസറെ പുറകെ നടന്ന് അവിടെ പോയി അയാളെ അറസ്റ്റ് ചെയ്യണം, ഇയാളെ പ്രതിയാക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞു കിടന്ന് കഷ്ടപ്പെട്ടു. അങ്ങനെ പുറകെ നടന്ന് ആളെ ഓരോരുത്തരെയായി പ്രതി ചേർക്കുകയായിരുന്നു. അപ്പോഴും ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ, അതായത് ഒരു ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഒരു കമ്പനിയിലെ ഇൻവെസ്റ്റ്മെൻറ്റോ ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായ അന്വേഷണമൊന്നും നടത്തിയില്ല. അവിടെ 2 സ്ഥലത്ത് നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മേടിച്ച് തീർത്തു. അവിടെ പോയി കൂടുതൽ അന്വേഷണങ്ങളൊന്നും നടത്തിയില്ല. അതവരുടെ ഒരു ബുദ്ധിയാണ്, മനസ്സിലായി. ഇപ്പം അവിടെ നിന്ന് ഇപ്പം ചുമ്മാ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ ICICIയുടെ രവിപുരം ബ്രാഞ്ചിലെ ഒരു മാനേജറുടെ കയ്യിൽ നിന്നാണ് ഒരു കത്ത് മേടിച്ചത്. ആ ICICI ആയിട്ടുള്ള ഇത് അവസാനിപ്പിച്ചു. രവിപുരം ബ്രാഞ്ചുമായിട്ട് ഇതിന് ഒരു ബന്ധമില്ല. ഇദ്ദേഹം കാക്കനാടാണ്. അതിന് മുമ്പുള്ള ഇതിനകത്ത് കാക്കനാട്ട് പോയി എന്നാണ് പരാതിക്കാരൻ പറഞ്ഞേക്കുന്നത്. രവിപുരം ബ്രാഞ്ചിലെ ഒരു മാനേജറുടെ കയ്യിൽ നിന്നാണ് ഒരു കത്ത് മേടിച്ച് ഇതിനകത്ത് തീർത്തേക്കുന്നത്. അപ്പം അങ്ങനെ അതേപോലെ മാരിയറ്റിലാണെന്നുണ്ടെങ്കിൽ മാരിയറ്റിലെ ഒരു മാനേജറുടെ കയ്യിൽ നിന്ന് ഒരു കത്ത് മേടിക്കുന്നു, തീർക്കുന്നു. അതില്ല എന്ന് മാരിയറ്റ് പറഞ്ഞു. അപ്പം അത് നമ്മൾ വിശ്വാസത്തിൽ എടുക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരു സാഹചര്യം. പിന്നെ മുഴുവനും പോകുന്നത് ഈ അച്ഛന്മാരുടെ പുറകെയാണ്. ഈ ആദിത്യൻ എന്ന് പറയുന്ന ഒരു പയ്യനെ പിടിച്ച്, എനിക്ക് ഈ ആദിത്യനെ ഒരു പരിചയമില്ല. ആദിത്യനെ ആദ്യത്തെ ദിവസം പോലീസ് ചോദ്യം ചെയ്ത് തിരിച്ചു വിട്ടതിന് ശേഷമാണ് ആദിത്യൻ എന്നെ വിളിക്കുമ്പോഴാണ് ഈ ആദിത്യനെ എന്ന് പറയുന്ന ആളെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പം ആദിത്യൻ പറഞ്ഞത്, ഞാനിതിൻ്റെ വിശദാംശങ്ങളെല്ലാം കൊടുത്തു. പിറ്റേ ദിവസം ആദിത്യനെ വിളിച്ച് രണ്ടാമത് വെറുതെ അറസ്റ്റ് ചെയ്യല്ല, അറസ്റ്റ് ഇല്ലാതെ 3 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വെച്ചു. ആലോചിച്ച് നോക്കണം. അറസ്റ്റ് ചെയ്യാതെ നിയമപരമായി അറസ്റ്റ് ചെയ്യാതെ 3 ദിവസം കസ്റ്റഡിയിൽ വെക്കും. വലിയ തെറ്റല്ലേ ശരിക്കും? ഭയങ്കര ഒഫൻസാണ്. 24 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കണമെന്നാ, കോടതിയിൽ ഹാജരാക്കണമെന്നാ, രേഖാപരമായി അറസ്റ്റ് രേഖപ്പെടുത്തണം. അതെ. അതിന് പിന്നെ ഈ ആദ്യത്തിനെ അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ആരും കാണുന്നില്ല. അതായത് പോലീസ് സ്റ്റേഷനിൽ 3 ദിവസം അൺലോഫുൾ കസ്റ്റഡി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആദ്യത്തിന് ആദ്യം തന്നെ പറഞ്ഞത്, കോടതിയോട് എനിക്ക് പേഴ്സണലായി സംസാരിക്കണം. ആദിത്യം പറഞ്ഞു. ആദിത്യന് എന്തുമാത്രം മർദ്ദനമേറ്റു, എന്തുമാത്രം ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന്. ഞാൻ പറയണത്, ഒരു ചെറുപ്പക്കാരൻ പയ്യൻ എന്തു കുറ്റം വേണേലും അവൻ ചെയ്തോട്ടെ, ഇപ്പം അവനൊരു വ്യാജരേഖ ഉണ്ടാക്കിയെന്ന് പറയും. ആ പയ്യനെ നിങ്ങൾ ഇപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ കണ്ടതുപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാളെ കംപ്ലീറ്റ് നഗ്നനാക്കി നിർത്തി കാണണം. ഈ കൊച്ചു പയ്യനെ ഇവനെ നഗ്നനാക്കി നിർത്തുന്നു. എന്നിട്ട് ചുറ്റിനും നടന്നിട്ട് നിന്റെ ശരീരം കണ്ട പെണ്ണിൻ്റെ ശരീരം പോലെ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വൃത്തികെട്ട കമൻറ്റുകൾ പറയുന്നു. ഞാൻ പറഞ്ഞത്, എങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ എത്രമാത്രം പീഡിപ്പിക്കാമോ അത്രമാത്രം മെന്റലി ആൻഡ് ഫിസിക്കലി അവനെ ടോർച്ചർ ചെയ്തു. കൊച്ചു പയ്യനാണ്. ആ ടോർച്ചറിങ്ങിന് ശേഷം അവൻ കോടതിയിൽ വന്നപ്പോൾ ഏറ്റവും ആദ്യം ഈ ടോർച്ചറിങ്ങിനെ കുറിച്ചും അവൻ അനുഭവിച്ച പീഡയെക്കുറിച്ചും കോടതിയിൽ മൊഴി കൊടുത്തു. പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുന്നു. എനിക്ക് തോന്നുന്നു ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കേസ് രജിസ്ട്രേഷൻ മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ അവൻ കോടതിയിൽ മൊഴി കൊടുത്തു. അങ്ങനെയാണ് ഇവനെ ഹാൻഡിൽ ചെയ്തതെന്ന് ഓർക്കണം. തൊട്ടു പുറകെ
ഈ അച്ഛന്മാരെ നിർബന്ധമായിട്ടും തേലക്കാട്ടച്ഛനെ പ്രതി ചേർക്കണം ഇന്ന് നിർബന്ധമായിരുന്നു. കർദിനാളിനത് നിർബന്ധമായിരുന്നു എന്നാണ് കർദിനാളിൻ്റെ ഏറ്റവും മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ബിനു ചാക്കോ പറയണത്. അങ്ങനെ തേലക്കാട്ടച്ഛനെ പ്രതി ചേർക്കുന്നു. മനത്തോടത്ത് ബിഷപ്പ് മനത്തോടത്തിനെ പ്രതി ചേർത്തു, ആദ്യം പ്രതി ചേർക്കുന്നു. അപ്പോൾ പ്രതി ചേർക്കുന്നതിന് മുമ്പ് ബിഷപ്പ് മനത്തോടത്ത് കർദിനാളിനെതിരായിട്ട് പത്രസമ്മേളനം നടത്തുന്നു. അപ്പോൾ പത്രസമ്മേളനം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ ബിഷപ്പ് മനത്തോടത്തിനെ കയറി ഒന്നാം പ്രതിയാക്കി. അപ്പോൾ എന്തു പറ്റി? ബിഷപ്പ് മനത്തോടത്തുമായിട്ട് പിന്നീട് കോംപ്രമൈസ് ചെയ്തിട്ട് രണ്ടാമത് FIR ഇടിയിപ്പിച്ച് ബിഷപ്പ് മനത്തോടത്തിനെ പ്രതി അല്ലാതെ ആക്കി, ഒഴിവാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞത് ഇത് അവർ വിചാരിച്ചാൽ ഒരാളെ പ്രതിയാക്കാനും ഒരാളെ പ്രതി അല്ലാതാക്കാനും സാധിക്കുമെന്ന ഒരു ഘട്ടത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം. അവർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇദ്ദേഹം വിനു എന്നോട് പറയുന്നത് ഏറ്റവും അവസാനം ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസ് അവസാനിപ്പിക്കുമ്പോൾ കർദിനാളിനൊരു ശാഠ്യം ഫാദർ ബെന്നി മാരാമ്പറമ്പലിനെ കൂടി പ്രതിയാക്കണം. മാത്രമല്ല പുള്ളിനെ അറസ്റ്റ് ചെയ്യണം. അതിന് വകുപ്പില്ലെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധം. അത് തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യാജരേഖയുടെ ഡോക്യുമെന്റ്സ് മുഴുവൻ കൊണ്ടുപോയി ഇഞ്ചൂറി കമ്മീഷനും KPMGക്കും സമർപ്പിച്ചുവെന്നും അതിനെ ആധാരമാക്കി കർദിനാളിനെ മോശക്കാരനാക്കാൻ വേണ്ടി ഈ വ്യാജരേഖ ബെന്നി അച്ഛൻ ഉപയോഗിച്ചു. അതായത് ഇഞ്ചൂടിയിലും KPMGയിലും കൊണ്ടു കൊടുത്തു. അപ്പോൾ KPMG അതിനെ ബേസ് ചെയ്ത് കുറേ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞൊരു ആരോപണം ഉണ്ടാക്കി. അപ്പോൾ ഈ വ്യാജരേഖ ബെന്നി ഉപയോഗിച്ചു എന്നായല്ലോ. അപ്പോൾ പിന്നെ ഉടനെ തന്നെ പുള്ളിനെ പ്രതിയാക്കാമെന്ന് പറഞ്ഞൊരു കണ്ടീഷൻ. അതിനൊരു കള്ള സാക്ഷീനെ കൊണ്ടുവന്നു. ഈ സാക്ഷീനെ ഉണ്ടാക്കി കൊടുത്തത് ബിനു ആണെന്ന് ബിനു തന്നെയാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ആ സാക്ഷിയാണെങ്കിൽ ഒരു വിവാഹ തട്ടിപ്പുകാരനാണെന്നും പുള്ളി ഒളിച്ചോടി നടക്കുകയാണെന്നും പറഞ്ഞ് പുള്ളിയുടെ ഭാര്യ പരാതിയുമായിട്ട് കിടക്കുകയാണ്. മനസ്സിലായി? ഭാര്യ എന്നോട് പറഞ്ഞത് ഭാര്യയുടെ ഒരു 10-25 ലക്ഷം രൂപ ഇയാൾ അടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല. ഈ സാക്ഷിയായ ആള് ക്രിസ്ത്യാനി പോലും അല്ലായിരുന്നു, ഹിന്ദു ആയിരുന്നു അത്രേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇയാളെ പിടിച്ച് ക്രിസ്ത്യാനിയാക്കി നെല്ലിശ്ശേരി അച്ഛൻ കൊണ്ടുവന്ന് പാലാരുവട്ടത്തെ ഇടവ ചേർത്ത് കൊടുത്തു. ഭൂതവേലി അച്ഛൻ വാഴക്കാല പള്ളിയിൽ വെച്ച് കല്യാണം കഴിച്ചു. ഇതെല്ലാം കർദിനാളിൻ്റെ സ്വന്തം ആൾക്കാരാന്ന് പറഞ്ഞു. ഇതെല്ലാം ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇത് ചെയ്തു കൊടുത്താൽ അയാളെ തന്നെ കൊണ്ടുവന്ന് പിടിച്ച് സാക്ഷിയാക്കുന്നു. ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ പുള്ളിയെ പിടിച്ച് സാക്ഷിയാക്കി അവിടെ കൊണ്ടുവന്ന് കൊടുത്തു, ഇത് ചെയ്തു. പക്ഷെ സംഗതി ഇപ്പോൾ കോടതിയിൽ എത്തിയപ്പോഴാണ് ഇവർ ഇതിൻ്റെ അപകടം മനസ്സിലാക്കി. അതായത് ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ബെന്നി അച്ഛൻ്റെ ഈ ബെന്നി അച്ഛൻ ഈ റിപ്പോർട്ട് KPMG റിപ്പോർട്ടിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞപ്പോൾ KPMGയുടെ ഉദ്യോഗസ്ഥനെ വിളിച്ച് പോലീസുകാർ ചോദ്യം ചെയ്തു. പോലീസുകാർ പറഞ്ഞു, അപ്പോൾ KPMGക്കാരൻ പറഞ്ഞു, ഞങ്ങൾ വളരെ സത്യസന്ധമായ അന്വേഷണമാണ് നടത്തിയേക്കണം, ഞങ്ങളിങ്ങനെ ഈ റിപ്പോർട്ടും ബാക്കി കാര്യങ്ങളും ഞങ്ങളിത് കൺസിഡർ ചെയ്തിട്ടില്ല, ഇതേ ഞങ്ങളുടെ റിപ്പോർട്ട് ഇതാണെന്നും അദ്ദേഹം കൊടുത്തു. യഥാർത്ഥ റിപ്പോർട്ടൊക്കെ കൊടുത്തു. ഈ റിപ്പോർട്ടിൽ ഇതൊന്നും ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആ റിപ്പോർട്ടും കൊടുത്തു. അപ്പോൾ ആ റിപ്പോർട്ട് കുറ്റപത്രത്തിൻ്റെ ഭാഗമായി. അങ്ങനെ KPMG റിപ്പോർട്ട് പൊതുരേഖയായി മാറി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അതീവ രഹസ്യമായി വെച്ചിരുന്ന KPMG റിപ്പോർട്ട് അങ്ങനെ പൊതുരേഖയായി മാറി. ഇപ്പോൾ ബെന്നി അച്ഛൻ കോടതി പറയുന്നത് എന്നെ പ്രതിയാക്കിയത് KPMGയിലും ഇഞ്ചൂറി കമ്മീഷനിൽ ഞാനിത് കൊടുത്തു എന്നാണല്ലോ. അപ്പം ഞാൻ പ്രതിയാണെങ്കിൽ എനിക്ക് ഇഞ്ചൂറി കമ്മീഷൻ റിപ്പോർട്ട് കാണണം എന്ന് പറഞ്ഞ് ബെന്നി അച്ഛൻ കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇവരിപ്പോൾ കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു മൊഴിയാണ് ഞങ്ങളെ ഈ സംശയത്തിലാക്കിയത്. അവർ കോടതി പറയാണ്, ഇഞ്ചൂറി കമ്മീഷനെ ഞങ്ങൾ ആധാരമാക്കി ഒരു ചോദ്യം ചോദിക്കൂല, ഇഞ്ചൂറി കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ചോദിക്കൂല, അതുകൊണ്ട് അത് പുറത്തുവിടാൻ പറ്റില്ല. ഇവരെന്തിനു പേടിക്കണം എന്നാണ് എൻ്റെ ചോദ്യം. അവർ തന്നെയാണ് പറഞ്ഞത് ഇഞ്ചൂറി കമ്മീഷനിൽ ഈ സാധനം കൊണ്ട് കൊടുത്തു, അതിൻ്റെ പുറത്താണ് ആ റിപ്പോർട്ട് ഉണ്ടാക്കിയേക്കുന്നത് എന്ന് പറഞ്ഞത് അവർ തന്നെയാണ്. അവർ കോടതി പോയി മൊഴി കൊടുക്കുകയാണ്, ഇഞ്ചൂറി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യങ്ങളും ഞങ്ങൾ ചോദിക്കൂല, ഇഞ്ചൂറി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പറയില്ല, അതുകൊണ്ട് അത് പുറത്ത് വിടരുത്. അപ്പോൾ ഇത് വലിയ വൈരുദ്ധ്യമില്ല ഇത്? യെസ്, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു വലിയ വൈരുദ്ധ്യമാണ്. കർദിനാൾ ആലഞ്ചേരിയുമായി ബന്ധപ്പെട്ട ആളുകളും
ഇഞ്ചോടി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ അതിഭീകരമായി ഭയപ്പെടുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അത് ഞങ്ങളുടെ അവകാശമാണ്. കാരണം ഞങ്ങളുടെ നികുതിപ്പണം, ഞങ്ങൾ അതിരൂപതയിലേക്ക് അയച്ച നികുതിപ്പണം എടുത്തിട്ടാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ആ റിപ്പോർട്ട് പുറത്തു വിടണമെന്നാണ് ഞാനിന്ന് പോസ്റ്റ് ചെയ്തത്. അതെന്ത് കാരണവശാലും പുറത്തു വരേണ്ടതല്ലേ? അല്ല, ഇതേ സമയത്ത് തന്നെ ആലഞ്ചേരി വലിയ വീട് വെക്കുന്നു, വലിയ സുഖലോലുപതയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളും കൂടി വരുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അത് ഞാൻ കാണുന്നത് രാജേഷ്, ഈ വേറൊരു തരത്തിൽ ആലോചിക്കുക. നമ്മുടെ ഈ രാഷ്ട്രീയത്തിൽ MLA-മാരുടെ ശമ്പളം കൂട്ടാനുള്ള ഒരു ബില്ല് നിയമസഭയിൽ വന്നാൽ എല്ലാവരും അനുകൂലിക്കും, 140 പേരും അംഗീകരിക്കും. ശരിയാണല്ലോ. അതൊരിക്കലും പ്രതിപക്ഷമോ ഭരണപക്ഷമോ ആരും എതിർക്കാൻ ഒരേപോലെ ഗുണഭോക്താക്കൾ എല്ലാവരും ഒരേപോലെ. നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. പണ്ട് കാലത്തുണ്ടായിരുന്ന ബിഷപ്പുമാരെല്ലാവരും റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ വൈദികർ താമസിക്കുന്ന വൈദിക മന്ദിരങ്ങളിലേക്ക് പോയിരുന്നു. റിട്ടയർമെന്റ് ലൈഫ് അവിടെയായിരുന്നു. മനസ്സിലായി. ഈ അടുത്ത കാലത്തായി അത് മാറി. അത് തുടങ്ങിയത് ചങ്ങനാശ്ശേരി എന്നാണ്. ചങ്ങനാശ്ശേരിയിലെ പൗവത്തിൽ പിതാവ് റിട്ടയർ ചെയ്തതിന് ശേഷവും ബിഷപ്പ് ഹൗസിൽ തന്നെ താമസിച്ചു. പുള്ളി അവിടുന്ന് മാറിയില്ല. മനസ്സിലാവുന്നുണ്ട്? പുള്ളി അവിടുന്ന് മാറിയില്ല. കാഞ്ഞിരപ്പള്ളിയിലെ അറക്കൽ പിതാവ് റിട്ടയർ ചെയ്തതിന് ശേഷം താമസിക്കാൻ വേണ്ടി ഒരു റിട്ടയർമെന്റ് ഹോം, ഒരു റിസോർട്ട് തന്നെ ഉണ്ടാക്കി മാറി താമസിച്ചു. വൈദിക മന്ദിരത്തിൽ പോയില്ല. ഞാൻ വൈദികർ മന്ദിരത്തിൽ പോയി വൈദികരോടൊപ്പം താമസിക്കുന്നത് എന്തോ വലിയ കുറച്ചിലായിട്ട് ഈ ബിഷപ്പുമാർക്ക് സ്വയം തോന്നുകയാണ്. മനസ്സിലായി? കർദിനാൾ ആലഞ്ചേരിയെ വത്തിക്കാൻ പുറത്താക്കിയ ഒരു മേജർ ആർച്ച് ബിഷപ്പാണ്. എന്നിട്ട് കർദിനാൾ ആലഞ്ചേരിയെ മൗണ്ട് സെന്റ് തോമസിൽ തന്നെ താമസിപ്പിക്കുന്നു. മനസ്സിലായി? ഇനി ഇതിന്റെ ഭാവി എന്തായിരിക്കും അറിയാം? ഒരൊറ്റ ബിഷപ്പുമാർക്ക് ബിഷപ്പ് ഹൗസ് വിട്ട് പോകണ്ട. ഇതൊരു കീഴ്വഴക്കമായി വരികയല്ലേ? എല്ലാ ബിഷപ്പുമാരും ഇനി റിട്ടയർമെന്റ് കഴിഞ്ഞാൽ ബിഷപ്പ് ഹൗസ് തന്നെ അവർക്ക് വേണ്ടുന്ന പ്രത്യേക താമസ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കും എന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു ബിഷപ്പുമാർക്കും പരാതിയില്ല. കോടികൾ ചെലവാക്കി ഒരു പുതിയ വീടുണ്ടാക്കുന്നു. ആ വീടിനകത്ത് അദ്ദേഹത്തെ പരിചരിക്കാൻ വേണ്ടി കന്യാസ്ത്രീമാരെ വെക്കുന്നു, അച്ഛനെ വെക്കുന്നു, സെക്രട്ടറിയെ വെച്ച് കൊടുക്കുന്നു, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതിനി ഏത് ബിഷപ്പ് റിട്ടയർ ചെയ്താലും റിട്ടയർ ചെയ്യുന്ന എല്ലാ ബിഷപ്പുമാർക്കും രാജകീയമായി താമസിക്കാം എന്നുള്ളൊരു സംവിധാനം അവർ ഒരുക്കി കൊടുക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം ബാക്കി ബിഷപ്പുമാരാരും ഇതിന് മറ്റൊരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാഞ്ഞെന്ന് ഞാൻ. നിലവിലുള്ള കർദിനാളിനും ഇത് ഒരു കീഴ്വഴക്കായി വരുന്നതിലായിരിക്കുമല്ലോ താല്പര്യം. ആയിരിക്കും. നിലവിലുള്ള കർദിനാളിനും മറ്റു ബിഷപ്പുമാർക്കും ഒക്കെ ഞാൻ പറയണേ, ഇപ്പോൾ അടുത്ത വർഷവും കൂടി കഴിഞ്ഞാൽ ആൻഡ്രൂസ് മെത്രാനൊക്കെ റിട്ടയർ ആവും തൃശ്ശൂരിൽ നിന്ന്. അദ്ദേഹത്തിന് ബിഷപ്പ് ഹൗസ് വിട്ട് പോകണ്ടല്ലോ. അല്ലെങ്കിൽ ബിഷപ്പ് ഹൗസിൻ്റെ ചിലവിൽ വേറൊരു വില്ലയോ വേറെ സംവിധാനങ്ങളോ ഒക്കെ ഒരുക്കി കൊടുക്കുമല്ലോ താമസിക്കാൻ വേണ്ടി. അപ്പം അത്തരം താമസ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ബിഷപ്പുമാരും കൂടി പരസ്പര സഹകരണത്തോടു കൂടി ചെയ്തൊരു കാര്യമാണ്. പക്ഷെ അത് ക്രിസ്തു വിരുദ്ധമാണ് എന്ന് പറയാതിരിക്കാനാവില്ല. അല്ല, ഇപ്പം ഈ സന്യസ്ത ജീവിതം നയിക്കാൻ വേണ്ടി തയ്യാറായി വരുന്ന ഇത്തരത്തിലുള്ള ഈ അച്ഛന്മാരോ അതുപോലെ ബിഷപ്പുമാരൊക്കെ എന്തുകൊണ്ടാണ് അത്തരം ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറി ഈ സുഖലോലുപതയിലേക്ക് പോകുന്നത് എന്നുള്ള ഒന്ന് പരിശോധന നടത്തേണ്ടത്? ഈ അടുത്ത കാലത്ത് ഉണ്ടായൊരു കാര്യമാണ് രാജേഷ്. അതായത് ഇപ്പോൾ പാറേക്കാട്ടിൽ പിതാവ്, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയൊരു സാമൂഹിക നേതാവായിരുന്നു പാറേക്കാട്ടിൽ പിതാവ്. ഒരു സഭയുടെ അധ്യക്ഷൻ എന്നുള്ളതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മിക്കവാറും ഇവിടുത്തെ എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളിലും പാറേക്കാട്ടിൽ പിതാവിൻ്റെ കയ്യൊപ്പുണ്ടായിരുന്നു. എല്ലാ ഭരണാധികാരികളും, ഇന്ത്യയുടെ പ്രസിഡന്റ് വരെ പിതാവിൻ്റെ ബിഷപ്പ് ഹൗസിൽ പോയി കണ്ട ചരിത്രമുണ്ട്. അപ്പം അങ്ങനെ എല്ലാ തരത്തിലും അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത്, അദ്ദേഹം രാജിവെച്ച സമയത്ത്, എനിക്ക് തോന്നുന്നു അദ്ദേഹം രാജിവെച്ച് കഴിഞ്ഞ ഒരു 1-2 കൊല്ലത്തിനുള്ളിൽ മരിച്ചു. പുള്ളി അസുഖബാധിതനായിട്ടാണ് രാജിവെച്ചത്. പക്ഷെ പുള്ളി പോയത് ഈ വിജോഭവനിൽ വൈദികരോടൊപ്പം താമസിക്കാനാണ്. അങ്ങനെയാണ് ഇന്നും വൈദിക ഭവനങ്ങളിൽ താമസിക്കുന്ന ബിഷപ്പുമാരുണ്ട്. ആ സമയത്താണ് ഇത് ചെയ്യുന്നതെന്ന് ഓർക്കണം. അപ്പോൾ പഴയ കാലത്തെ ബിഷപ്പുമാരുടെ ഒരു കാഴ്ചപ്പാട്, ഗ്രേസ്, ഈ സാധനങ്ങളെല്ലാം ഇന്ന് വല്ലാതെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇവർക്ക് ഇപ്പോൾ ഉള്ള ബിഷപ്പുമാർക്ക്
എന്ത് കാപട്യവും പറയാൻ ഒരു മടിയില്ലാതെ ആയിരിക്കും. ഇപ്പൊ ഈ കഴിഞ്ഞുപോയ പാലാ അസംബ്ലിയിൽ വെച്ച് കർദിനാൾ ആലഞ്ചേരി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് ഞാൻ വല്ലാതെ വണ്ടറടിച്ചു പോയി. അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ പറയുകയാണ്, ഈ ആളുകൾക്ക് പലതരത്തിലുള്ള പ്രലോഭനങ്ങളുണ്ടാവും. അതിൽ ഒരു പ്രലോഭനം സമ്പത്താണ്, ഒരു പ്രലോഭനം അധികാരമാണ്, ഒരു പ്രലോഭനം സ്വാധീനമാണ്. ഇത്തരം പ്രലോഭനങ്ങളിലൊക്കെ വഴങ്ങി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് കർദിനാളിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരവസ്ഥ. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ പറയായിരിക്കും. ഞാൻ ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനത്തെ പ്രസംഗങ്ങളിൽ നിന്ന് പ്രസംഗിക്കുക. ഇത് ആലോചിച്ച് ചോദിക്കാൽ മതി. ധനമാണ് എല്ലാത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പുള്ളി തന്നെ പ്രസംഗിക്കുകയാണ്. എനിക്ക് പലപ്പോഴും തോന്നിയത് അങ്ങനെ തന്നെയാണ്. പുള്ളിയുടെ ഒരു ആത്മവിമർശനമായിട്ടോ അല്ലെങ്കിൽ സ്വയം വിമർശനം എന്നായിട്ടൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതിനൊന്നും ഒരു ഉളുപ്പുമില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഷപ്പുമാർക്ക്, ഇപ്പോൾ ഉള്ള ബിഷപ്പുമാർ, അവർക്ക് അവരുടെ ഒരു അടിസ്ഥാനപരമായി അവർ രൂപപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് ചിന്തകളുണ്ട്. ആ ചിന്തകൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന പൊതുസമൂഹത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ പൊതുസമൂഹത്തിൻ്റെ പൊതുബോധത്തോട് ചേർന്ന് പോകുന്നതല്ല എന്ന തിരിച്ചറിവ് അവർക്കില്ല. വളരെ യാന്ത്രികമായാണ്, വളരെ യാന്ത്രികമായി, യാഥാസ്ഥിതികമായി ഞങ്ങൾ ബിഷപ്പുമാർ ഞങ്ങൾ പറഞ്ഞാൽ എല്ലാവരും കേൾക്കും എന്നുള്ളൊരു ധാരണയിൽ വളരെ യാന്ത്രികമായും യാഥാസ്ഥിതികമായും അവർ ചിന്തിക്കുന്നു എന്നുള്ളത് അപകടകരമായൊരവസ്ഥയാണ്. അതിനെ നമുക്ക് അങ്ങനെ തന്നെ കാണാതിരിക്കാനാവില്ല. അതാണ് പ്രശ്നം. ഇപ്പം ഈ പല അസംബ്ലിയിൽ പലതരത്തിലുള്ള ഇതൊക്കെ വന്നപ്പോഴും അതിലും ഈ കുർബാന വിഷയത്തിൽ വീണ്ടും ഒരു പുനർചിന്തനം നടത്തണം എന്നും അതുപോലെ തന്നെ സിനഡ് കുർബാന എല്ലാ തലങ്ങളിലും വ്യാപിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു നിർദ്ദേശം വന്നു. യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാവുകയൊക്കെ ചെയ്തതാണ്. ഒരു സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷമൊക്കെ നിലവിൽ വന്നത്, അത് പൊളിക്കാൻ വേണ്ടി ഒരു ശ്രമം വീണ്ടും നടക്കുന്നുണ്ട്. ബേസിക്കലി ഉള്ളൊരു പ്രശ്നം എന്താണെന്നറിയാം, ഈ സിനഡിനകത്തൊരു പവർ ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ ഹേമ കമ്മിറ്റി പറഞ്ഞതുപോലെ ഒരു പവർ ഗ്രൂപ്പ് സിനഡിനകത്തുണ്ട്. ആ പവർ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത് 2 സൂപ്പർ സ്റ്റാറുകളാണ്. ഒന്ന് കർദിനാൾ ആലഞ്ചേരിയും ഒന്ന് ആൻഡ്രൂസ് മെത്രാനും. അവർ നിയന്ത്രിക്കുന്ന ഒരു പവർ ഗ്രൂപ്പ് സിനഡിനകത്തുണ്ട്. അത് ആൻഡ്രൂസ് മെത്രാൻ്റെ സഹായമെത്രാനായ നിലങ്കാവിൽ തൊട്ട് പുളിക്കൽ, തറയിൽ തുടങ്ങി കുറച്ച് പേരുണ്ട്. അവരൊരു കാര്യം തീരുമാനിക്കും, അത് നടപ്പിലാക്കണം. അത് നടപ്പിലാക്കാത്ത തരത്തിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടായാൽ അത് നടപ്പിലാക്കാൻ വേണ്ടി എന്ത് തോന്നിവാസവും കാണിക്കും. ഈ 2 ദിവസം അസംബ്ലിയിൽ പങ്കെടുത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അസംബ്ലിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും വിളിച്ച് ചേർത്ത് ഞങ്ങൾ അവരുടെ അനുഭവങ്ങൾ കേൾക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് കൂടിയിരുന്നു. ഒരു 150 പേര് ഉണ്ടായിരുന്നു. ഈ അസംബ്ലിയിൽ പങ്കെടുക്കാൻ പോയ എല്ലാവരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും അവരുടെ അനുഭവങ്ങൾ അവർ പറഞ്ഞത്, ഈ അസംബ്ലിയിലെ ഒരു സ്ഥലത്തും ഒരു ഘട്ടത്തിലും ഈ കുർബാന ഏകീകരണം എല്ലാ രൂപതകളിലും വേണമെന്ന് ഒരാവശ്യം ഉണ്ടായില്ല. മനസ്സിലായി? അസംബ്ലിയിൽ 0 അവർ എന്ന് പറഞ്ഞിട്ട് 2 മണിക്കൂറുണ്ട്. അതിൽ ആദ്യത്തെ 1 മണിക്കൂർ മോഡറേറ്റർ ആയിരുന്നത് ബിഷപ്പ് മൂലക്കാട്ടാണ്. അതിനകത്ത് ഏകദേശം ഒരാൾക്ക് 1.5 മിനിറ്റ് വെച്ച് സമയമാണ് കൊടുത്തത്. 35 പേരോളം സംസാരിച്ചു. അവരാരും കുർബാന വിഷയം തൊട്ടില്ല, കുർബാന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചില്ല. രണ്ടാമത്തെ 0 അവർ മോഡറേറ്റ് ചെയ്തത് ബിഷപ്പ് തറയിലാണ്. തറയിലാണെങ്കിൽ ഈ പവർ ഗ്രൂപ്പിലെ അംഗമാണ്. മനസ്സിലായോ? അപ്പം ഈ തറയിൽ മോഡറേറ്റ് ചെയ്ത ഇതിനകത്താണ് 3 പേർ ഈ കുർബാന വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്. ആകെ 35 പേര് സംസാരിച്ചു. അതിൽ 3 പേരാണ് കുർബാന വിഷയത്തിൽ. അതിൽ ഒന്നാമത്തെ സംസാരിച്ചത് ഒരു വനിതയാണെന്ന് പറയും. ആ വനിത നല്ലവണ്ണം പ്രസംഗിക്കുന്ന വനിതയാണ്. പക്ഷെ ആ സമയത്ത് എന്താണ് വനിതയ്ക്ക് ഇത് എഴുതി കൊടുത്തത്, എന്താണ് പറയേണ്ടത് കൃത്യമായി പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, വനിത മൊബൈൽ നോക്കിയിട്ട് തപ്പിത്തടഞ്ഞ വായിച്ചതെന്ന് പറയണം. മനസ്സിലായോ? അത് വളരെ തപ്പിത്തടഞ്ഞാണ് അത് വായിച്ചത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ സാധനം അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ മൊത്തത്തിൽ 70 പേർ സംസാരിക്കുകയും അതിൽ 3 പേർ മാത്രം വെറുതെ പരാമർശിക്കുകയും ചെയ്ത ഒരു വിഷയത്തെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റിൽ
സീറോ മലബാർ അസംബ്ലി ശക്തമായി ആവശ്യപ്പെട്ടു എന്ന് എഴുതി ചേർക്കണമെങ്കിൽ ഇവരുടെ ബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അവിടെ ആരും പറഞ്ഞില്ലേലും ഇതിങ്ങനെ എഴുതി ചേർക്കും. നേരത്തെ എഴുതി കൊണ്ടുവന്നൊരു സംഭവം, നേരത്തെ എഴുതി കൊണ്ടുവന്നാണ്. ഞാൻ പറഞ്ഞത് അതാണ് പവർ ഗ്രൂപ്പ്. അല്ലാതെ അത് അവിടുത്തെ അസംബ്ലി ആവശ്യപ്പെട്ടൊന്നുമല്ല. അസംബ്ലിയിൽ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. ഒരാളും പറഞ്ഞില്ലെങ്കിലും ഇവരിത് എഴുതി ചേർക്കും. കാരണം അവർ നേരത്തെ അത് മുൻകൂട്ടി തീരുമാനിച്ചാണ്, ഇത് എഴുതി ചേർക്കണമെന്ന് അവർ മുൻകൂട്ടി തീരുമാനിച്ചാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സീനിയറായിട്ടുള്ള ബിഷപ്പുമാരോട് സംസാരിക്കുമ്പോൾ ആ ബിഷപ്പുമാർ പറയുന്നത് ഈ സിനഡിനകത്ത് ഈ പവർ ഗ്രൂപ്പിൻ്റെ ചിന്താഗതിക്ക് വിരുദ്ധമായ ഒരു ചിന്ത അവതരിപ്പിച്ചാൽ ഇവരെല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുമെന്നാണ്. ഭയം കാരണം അവരാരും മിണ്ടുകയെന്നില്ല. ഇപ്പൊ സിനഡ് എന്നൊക്കെ പറയണത് ഇങ്ങനത്തെ ഒരു സംവിധാനമായി മാറുന്നു എന്നുള്ളത് വലിയ അപകടകരമായ ഒരു അവസ്ഥയല്ലേ. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും തിരക്കിനിടയിൽ നമ്മളെ സഹകരിച്ചതിന് നന്ദി. ഓക്കെ, താങ്ക് യു.